ആദ്യമായി നമ്മൾ പ്രാർത്ഥന, കണ്ണുകളടച്ച് മനസ്സിൽ ഈശ്വരനെ ധ്യാനിച്ച് ഇന്ന് നമുക്ക് ഒരു യോഗ പ്രാക്ടീസിന് അവസരമൊരുക്കി തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ആദ്യമായി നമ്മൾ കൈയുടെ സൂക്ഷ്മ വ്യായാമങ്ങൾ. കൈ വിരലുകൾ നന്നായി തുറന്ന് പതിയെ അടയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് തുറക്കാം, ശ്വാസം വിട്ടുകൊണ്ട് പതിയെ അടയ്ക്കാം. നന്നായി ശ്വാസം എടുത്ത് തുറക്കാം. ഇത് നമുക്കൊരു 10, 20 അല്ലെങ്കിൽ 30 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, അടുത്തത് കൈ മുഷ്ടി ചുരുട്ടി രണ്ട് വശത്തേക്ക്. ഓപ്പോസിറ്റ് സൈഡും ചെയ്യുക. ഒരു വശം 10 വട്ടം, ഓപ്പോസിറ്റ് സൈഡും 10 വട്ടം. മൂന്നാമത്തെ ഓക്കെ, അടുത്ത നമ്മുടെ എൽബോ ജോയിൻറ്റിനുള്ള എക്സസൈസ്. ശ്വാസം എടുത്തുകൊണ്ട് തുറക്കാം, ശ്വാസം വിട്ട് അടയ്ക്കാം. നന്നായി ശ്വാസം എടുത്ത് തുറക്കാം, ശ്വാസം വിട്ടുകൊണ്ട് പതിയെ അടയ്ക്കാം. ഓക്കെ, ഇനി നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ ശ്വാസം എടുത്ത് തുറക്കാം, വിട്ടുകൊണ്ട് അടയ്ക്കാം. നന്നായി ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് പതിയെ അടയ്ക്കാം. ഓക്കെ, അടുത്തതായിട്ട് ഷോൾഡർ റൊട്ടേഷൻ. ഷോൾഡർ റൊട്ടേഷൻ. ഓക്കെ, മുമ്പിലേക്ക് നന്നായി റൊട്ടേഷൻ. ഒരു 10 വട്ടം ചെയ്യാം. പതിയെ. ഓപ്പോസിറ്റ് സൈഡും ഒരു 10 വട്ടം ചെയ്യാം. കൈ നന്നായി ഉയർത്തി രണ്ട് വശത്തേക്കും ബെൻഡ് ചെയ്യാം. ഇതൊരു 3 വട്ടം ചെയ്താൽ മതി. നന്നായി. ഓക്കെ, നമ്മുടെ രണ്ട് കൈയും ഒരു 5 തവണ. അടുത്തായി നമ്മുടെ കഴുത്തിൻ്റെ സൂക്ഷ്മ വ്യായാമങ്ങൾ. ശ്വാസം എടുത്തുകൊണ്ട് മേലേക്ക് പതിയെ ശ്വാസം എടുത്ത് മേലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് പതിയെ താഴേക്ക്. ഓക്കെ, ഒന്നും കൂടെ. ഇൻഹേൽ, നന്നായി ശ്വാസം എടുത്ത് മുകളിലേക്ക്, പതിയെ ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക്. ഓക്കെ, ഇത് നമുക്കൊരു 10 വട്ടം, 5 മുതൽ 10 വട്ടം വരെ റിപ്പീറ്റ് ചെയ്യാം. അടുത്തത് പതിയെ ചെവി കൊണ്ടുവന്ന് നമ്മുടെ ഷോൾഡറിൽ. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ്. 1, 2, ഒരു 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യാം. ഓപ്പോസിറ്റ് സൈഡിലേക്ക്. ഓക്കെ, അടുത്ത് ഓപ്പോസിറ്റ് സൈഡ്. ഇത് നമുക്കൊരു 5 വട്ടം റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, അടുത്തത് മാക്സിമം പുറകോട്ട് നോക്കുക. നമുക്ക് പറ്റുന്നത്ര 1, 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. നേരെ ഓപ്പോസിറ്റ് സൈഡ്. ഓക്കെ, മാക്സിമം പുറകോട്ട് പോട്ടെ. ഓക്കെ, അടുത്ത നമ്മുടെ കഴുത്തിൻ്റെ റൊട്ടേഷൻ. താഴെയും തുടങ്ങി സൈഡിലേക്കിടെ പോയി ബാക്കിൽ വന്ന് ഇപ്പുറത്തെ സൈഡിൽ ടച്ച് ചെയ്ത് മുൻപോട്ട്. അവിടെ നേരെ ഓപ്പോസിറ്റ് സൈഡ് പതിയെ റൊട്ടേഷൻ. ഓക്കെ, ഒരു 3 വട്ടം നമുക്ക് ഇതേപോലെ റിപ്പീറ്റ് ചെയ്യാം.
ഓക്കെ. അടുത്ത നമ്മുടെ കാലിൻ്റെ സൂക്ഷ്മ വ്യായാമങ്ങൾ. കാല് രണ്ടും നീട്ടി വെച്ച് കൈ ബാക്കിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കാം. ആദ്യം വിരലുകൾ, കാലിൻ്റെ വിരലുകൾ നന്നായി മടക്കുക, സ്ട്രെച്ച് ചെയ്യാം. നമുക്കൊരു 30 തൊട്ട് 40-50 വരെ ചെയ്യാം. നന്നായി മടക്കുക, ബാക്കോട്ട് സ്ട്രെച്ച് ചെയ്യുക, കാൽ വിരലുകൾ മാത്രം. അടുത്തതായിട്ട് രണ്ടാമത്തെ, മുമ്പോട്ട് നല്ല സ്ട്രെച്ച് ചെയ്യുക, ബാക്കോട്ട് 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, മുമ്പോട്ട്. മാക്സ്. മുൻപോട്ടും പുറകോട്ടും. അടുത്ത നമ്മൾ റൊട്ടേഷൻ. തിരിച്ച് ഓപ്പോസിറ്റ് സൈഡും റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ. അടുത്ത നമ്മുടെ മുട്ട് ടൈറ്റ് ആക്കുന്നത്. തൊടയുടെ മസിൽ മേലേക്ക് വലിച്ച് മുട്ട് നന്നായി വലിച്ചു വിട്ട് ടൈറ്റ് ആക്കുക. 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യാം. 1 2 3 4 5. മുട്ട് ടൈറ്റ് ചെയ്യുന്ന നമ്മൾ 5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് 5 സെക്കൻഡ് വിടുക. അങ്ങനെ ഒരു 10 തവണ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. അടുത്തതായിട്ട് മുട്ട് മടക്കുക. ഓരോ മുട്ടായി മടക്കുക. ആദ്യം വലത് മുട്ട് മടക്കി, ഓക്കെ. അടുത്ത് പതിയെ ഇടത് മുട്ട്, യെസ്. അടുത്ത് വലത് മുട്ട്. 5 മുതൽ 20 വരെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. അടുത്ത 2 മുട്ടും കൂടെ ഒരുമിച്ച് മടക്കാം. ഓക്കെ. മെല്ലെ സ്ട്രെയിറ്റായി റിലീസ് ചെയ്യാം. ഒന്നും കൂടെ. ഓക്കെ. ഇത് നമുക്ക് ഒരു 20 വട്ടം റിപ്പീറ്റ് ചെയ്യാം. അടുത്ത് നമ്മുടെ ഹിപ്പ് ജോയിൻറ്റിനുള്ള എക്സസൈസാണ്. കുട്ടീനെ ആട്ടുന്ന പോലെ എടുത്ത് 2 വശത്തേക്ക്. ഓക്കെ. ഒരു 10 മുതൽ 20 വട്ടം വരെ റിപ്പീറ്റ് ചെയ്യാം. പതിയെ നമ്മുടെ തല മുട്ടിലേക്ക് കൊണ്ടുവരാം. യെസ്. അടുത്തായിട്ട് മുട്ട് റൊട്ടേഷൻ. ഓക്കെ. ഓപ്പോസിറ്റ് സൈഡും ചെയ്യണം. 2 വശവും ഒരു 10 വട്ടം വീതം ചെയ്യാം. ഓക്കെ. അടുത്തതായിട്ട് നമ്മുടെ വിരലുകളെല്ലാം കാൽ വിരലിൻ്റെ ഉള്ളിൽ കൈവിരൽ കടത്തി ഈ ഒരു റൊട്ടേഷൻ. 5 വട്ടം ഒരു വശത്തേക്ക്, ഓപ്പോസിറ്റ് സൈഡും 5 വട്ടം. ഓക്കെ. ഇനി നമുക്ക് ഇതേപോലെ നമുക്ക് അടുത്ത കാലിൽ ആദ്യം തൊട്ടിലാട്ടണം, കുട്ടീനെ ആട്ടുന്ന പോലെ 10 തൊട്ട് 20 വരെ. അടുത്ത് ഈ റൊട്ടേഷൻ. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് സൈഡും അതേപോലെ ചെയ്യണം. 10 എണ്ണം ചെയ്താൽ 10 എണ്ണം. ഓക്കെ. ഓക്കെ. അടുത്ത് കാൽവിരലിൻ്റെ ഉള്ളിൽ കൈവിരൽ നമ്മുടെ ആംഗിൾ ജോയിൻ്റ് നന്നായിട്ടൊന്ന് കറക്കുക. 5 വട്ടം ഒരു വശത്തേക്ക്, ഓപ്പോസിറ്റ് സൈഡും 5 വട്ടം. ഓക്കെ. അടുത്ത നമുക്ക് ബട്ടർഫ്ലൈ. ഓക്കെ. ബട്ടർഫ്ലൈ നമുക്ക് ഒരു 50 വട്ടം റിപ്പീറ്റ് ചെയ്യാം. നന്നായി. ഓക്കെ. ഓക്കെ. പതിയെ മുമ്പോട്ട് ബെൻഡ് ചെയ്യാം. ശ്വാസം എടുത്ത് നേരെ. അടുത്ത നമ്മൾ അരി ആട്ടുന്ന പോലെ. ഓക്കെ. 2 വശത്തേക്കും ചെയ്യണം. ഓക്കെ.
മാക്സിമം പുറകോട്ട് പോയി രണ്ട് വശത്തേക്കും ഒരു വശം 10 എണ്ണം ചെയ്യുകയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡും നമ്മൾ 10 എണ്ണം റിപ്പീറ്റ് ചെയ്യാം. ഒരു 20 മുതൽ 30, 50 വരെ നമുക്ക് ചെയ്യാം. ഓക്കെ. അടുത്ത് നമ്മൾ വള്ളം തുഴയുന്നത്. ഓക്കെ. നന്നായി കൈ സ്ട്രെയിറ്റ് വെച്ച് താഴേക്ക് ബെൻഡ് ചെയ്ത്. ഓക്കെ. ഇത് നമുക്ക് 50 തൊട്ട് റിപ്പീറ്റ് ചെയ്യാം. 10 മുതൽ 20, 30, 50 വരെ. അടുത്തത് റെജ്ജു കർഷണം. നമ്മുടെ കൈകൾ മേലേക്ക് മാക്സിമം ഒരു കയറ് വലിക്കുന്ന പോലെ മേലേക്കും താഴേക്കും. ഇത് നമുക്ക് ഒരു 50 വരെ റിപ്പീറ്റ് ചെയ്യാം. 10 മുതൽ 20, 30 എത്രയായാലും നമ്മുടെ ആവശ്യം അനുസരിച്ച്. ഓക്കെ. അടുത്ത് നമ്മൾ പുറകോട്ട്. ഓക്കെ. അത് ചെയ്ത ശരി. മാക്സിമം നമ്മൾ പുറകോട്ട് നോക്കി അടുത്ത ജാനു ശിരസാസനാണ്. ഇടത് കാല് മടക്കി വയ്ക്കുക. ഓക്കെ. കൈ നന്നായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് മാക്സിമം താഴേക്ക് ബെൻഡ് ചെയ്യുക. അവിടെ ഒരു 5 സെക്കൻഡ്സ്. 1, 2, 3, 4, 5. പതിയെ ശ്വാസം എടുത്ത് മുകളിലേക്ക് ശ്വാസം വിട്ടുകൊണ്ട് ഓപ്പോസിറ്റ്. ഓക്കെ. അടുത്ത കാല് ഓപ്പോസിറ്റ് മടക്കി വയ്ക്കാം. ഓക്കെ. നന്നായി ശ്വാസം എടുത്ത് മുകളിലേക്ക് ശ്വാസം വിട്ടുകൊണ്ട് പതിയെ താഴേക്ക്. 1, 2, 3, 4, 5. ശ്വാസം എടുത്ത് സ്ട്രെയിറ്റ്, ശ്വാസം വിട്ടുകൊണ്ട് പതിയെ താഴേക്ക്. ഇത് നമുക്കൊരു 5 മുതൽ 10 വരെ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ. അടുത്ത് പശ്ചിമോത്താനാസനം. ശ്വാസം എടുത്ത് നന്നായി ഉയർന്ന് ഓക്കെ ശ്വാസം വിട്ടുകൊണ്ട് പതിയെ താഴേക്ക്. അവിടെ ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യാം. 1, 2, 3, 4, 5. ശ്വാസം എടുത്ത് സ്ട്രെയിറ്റ്, ശ്വാസം വിട്ടുകൊണ്ട് പതിയെ താഴേക്ക്. ഇത് നമുക്ക് ഒരു 5 മുതൽ 10 വരെ റിപ്പീറ്റ് ചെയ്യാം. അടുത്ത് പൂർവോത്താനാസനം. നന്നായി ഉയർന്നിരിക്കാം. 1, 2, 3, 4, 5. പതിയെ താഴേക്ക് വരാം. ഇങ്ങനെ നമുക്കൊരു 5 വട്ടം അല്ലെങ്കിൽ 10 വട്ടം റിപ്പീറ്റ് ചെയ്യാം. 1, 2, 3, 4, 5. പതിയെ താഴേക്ക് വരാം. ഓക്കെ. അടുത്തത് വക്രാസനം. വലത് കാല് മടക്കി ഇടത് കാൽ മുട്ടിൻ്റെ വശത്ത് വയ്ക്കുക. വലത് കൈ പുറകിലേക്ക്. ഓക്കെ. മാക്സിമം പുറകിൽ നോക്കി നിൽക്കുക. ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. 1, 2, 3. അടുത്ത് വക്രാസനം. വലത് കാൽ മടക്കി ഇടത് മുട്ടിൻ്റെ വശത്ത്. വലത് കൈ പുറകിലേക്ക്, ഇടത് കൈ വലത് കാൽ കുഴയിലേക്ക്. മാക്സിമം പുറകോട്ട് നോക്കുക. 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യാം. 3, 4, 5. പതിയെ ശ്വാസം വിട്ടുകൊണ്ട് റിലീസ്. ഓപ്പോസിറ്റ് സൈഡ് ഇതേപോലെ ഇടത് കാല് വലത് മുട്ടിൻ്റെ വശങ്ങളിലേക്ക്, വലത് കൈ ഇടത് ഹോൾഡ് ആംഗിൾ, ഇടത് കൈ പുറകിലേക്ക് നോക്കാം. 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യാം. 3, 4, 5. പതിയെ റിലീസ് ചെയ്യും. ഒരു 5 വട്ടം നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. അടുത്തത് മത്സ്യേന്ദ്രാസനം. നമ്മുടെ ഇടത് കാല് മടക്കി വലത് തൊടയുടെ വശത്തേക്ക്, വലത് കാല് ഇടത് മുട്ടിൻ്റെ വശത്ത് വരും. വലത് കൈ പുറകോട്ട്, ഇടത് കൈ വലത് കാലിൻ്റെ കുഴയിലേക്ക് വരും.
മാക്സിമം ഹോൾഡ് ചെയ്യാം, പതിയെ റിലീസ് ചെയ്യാം. ഇതേപോലെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡും റിപ്പീറ്റ് ചെയ്യാം. വലത് കാല് ഇടത് തുടയുടെ വശത്ത്, ഇടത് കാൽ വലത് മുട്ടിൻ്റെ സൈഡിൽ വരും. ഇടത് കൈ പുറകിലേക്ക്, വലത് കൈ കൊണ്ട് ഇടത് കാൽ കുഴയിൽ പിടിക്കുക. പറ്റുന്നത്ര പുറകോട്ട് നോക്കുക, പറ്റുന്നത്ര സമയം ഹോൾഡ് ചെയ്യാം. റിലീസ് ചെയ്യാം, പതിയെ റിലീസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത നമുക്ക് ഗോമുഖാസനം. ഇടത് കാല് മടക്കി വലത് തുടയുടെ സൈഡിലേക്ക്, വലത് കാല് മടക്കി ഇടത് വശത്തേക്ക്. രണ്ട് മുട്ടും ഫ്രണ്ടിൽ സ്ട്രെയിറ്റ് ആയിട്ട് വരണം. പതിയെ വലത് കൈ പൊക്കി പുറകിലേക്ക്, ഇടത് കൈ ബാക്കിൽ പോയി ഇൻ്റർലോക്ക് ചെയ്യാം. നേരെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാം. അവിടെ നോർമൽ ബ്രീത്തിങ്. പതിയെ റിലീസ് ചെയ്യാം. ഇതേപോലെ ഓപ്പോസിറ്റ് സൈഡും ചെയ്യാം. വലത് കാല് മടക്കി ഇടത് തുടയുടെ സൈഡിലേക്ക്, ഇടത് കാല് വലതുവശത്തേക്ക്. ഇടത് കൈ ഉയർന്ന് ബാക്കിലേക്ക്, വലത് കൈ താഴത്തേക്കിടെ പോയി ബാക്കിലെ കയ്യിൽ ഇൻ്റർലോക്ക് ചെയ്യാം. സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാം. നന്നായി ശ്വാസം എടുത്ത് വിടാം. പറ്റുന്നത്ര ഹോൾഡ് ചെയ്യാം, പതിയെ റിലീസ് ചെയ്യാം. ഓക്കെ, പതിയെ നമുക്ക് റിലീസ് ചെയ്യാം. അടുത്ത് കപോതാസനം. എല്ലാവർക്കും ട്രൈ ചെയ്യാം കേട്ടോ. പതിയെ റിലീസ് ചെയ്യാം. മലന്ന് കിടന്നിട്ടുള്ള ആസനങ്ങൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായി പവനമുക്താസനം. വലത് കാല് മടക്കി നെഞ്ചിലേക്ക് കൊണ്ടുവന്ന് മാക്സിമം നെഞ്ചിലേക്ക് അടുപ്പിക്കുക. ശ്വാസം എടുത്തുകൊണ്ട്, ശ്വാസം വിട്ടുകൊണ്ട് തല പതിയെ മുട്ടിലേക്ക്. പറ്റുന്നത്ര ഹോൾഡ് ചെയ്യാം, പതിയെ റിലീസ് ചെയ്യാം. വലത് കാല് നമ്മൾ ഒരു 3 വട്ടം ചെയ്യും. ഇതേപോലെ ചെയ്തതിന് ശേഷം നമുക്ക് ഇടത് കാലിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് വേണം തല ഉയർത്തി മുട്ടിലേക്ക് കൊണ്ടുവരാൻ. ഇത് വയറിൻ്റെ ഗ്യാസിന്, മലബന്ധമുള്ളവർക്കൊക്കെ ഏറ്റവും നല്ലതാണ്. 10, 20 അല്ലെങ്കിൽ 30 വട്ടം വരെ ചെയ്യാം അങ്ങനെയുള്ളവർക്ക്. അടുത്ത് നമ്മൾ 2 കാലും കൊണ്ട് ഇതേപോലെ പൂർണ്ണ പവനമുക്താസനം റിലീസ് ചെയ്യും. അടുത്തത് സേതുബന്ധാസനം. കാല് മുട്ട് മടക്കി പതിയെ നമുക്ക് ഉയർന്നേൽക്കാം. പറ്റുന്നത്ര നമുക്ക് ഹോൾഡ് ചെയ്യാം. അവിടുന്ന് നോർമൽ ബ്രീത്തിങ്, ശ്വാസം എടുത്ത് വിടാം, പതിയെ റിലീസ് ചെയ്യാം. താഴേക്ക് വരാം, പതിയെ വന്നാൽ മതി. ഓക്കെ, ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. നന്നായി ശ്വാസം എടുത്ത് ഉയർന്നു നിൽക്കാം, പതിയെ താഴേക്ക് വരാം. ഓക്കെ, അടുത്ത് ഇതിനോട് ചേർന്ന് നമ്മൾ ഒന്നും കൂടെ ഉയർന്നു നിൽക്കാം. ഓക്കെ, ഓരോ കാലായിട്ട് നമുക്ക് ഉയർത്താം. പറ്റുന്നത്ര ഹോൾഡ് ചെയ്യുക, പതിയെ താഴേക്ക്. ഇടത് കാല് പതിയെ താഴേക്ക്.
അടുത്ത ഹലാസനം. കാലുകൾ ഉയർത്തി പറ്റുന്നത്ര ബാക്കിലേക്ക്. ഇത് ചെയ്യാൻ പറ്റാത്തവരാരും ചെയ്യണ്ട, നമുക്ക് പറ്റുന്നവർക്ക് ട്രൈ ചെയ്യാം. ചെയ്ത് പഠിച്ചവർക്ക് മാത്രം ട്രൈ ചെയ്യാം. പറ്റുന്നത്ര ഹോൾഡ് ചെയ്ത് അവിടെ നിൽക്കാം. പതിയെ റിലീസ് ചെയ്ത് കൊണ്ടുവരാം. സ്ലോയിൽ റിലീസ് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ. അടുത്ത് വിപരീത കരണി മുദ്ര. കാലുകൾ ഉയർത്തി കൈ സപ്പോർട്ട് ചെയ്ത് ഉയർന്നു നിൽക്കാം. ഓക്കെ. പതിയെ റിലീസ് ചെയ്ത് താഴേക്ക് വരാം. പതിയെ. യെസ്. അടുത്ത ചക്രാസനം. എല്ലാവരും ചെയ്യണം നിർബന്ധമില്ല, അത് പഠിച്ചവർ മാത്രം റിപ്പീറ്റ് ചെയ്യാം. ചക്രാസനം. പതിയെ റിലീസ് ചെയ്യാം. അടുത്തായി കമഴ്ന്ന് കിടന്നുകൊണ്ടുള്ള പോസസ്. നമ്മൾ ഭുജംഗാസനം ചെയ്യാം. കൈകൾ രണ്ടും നമ്മുടെ നെഞ്ചിൻ്റെ സൈഡിലേക്ക് വരിക. ബാക്കിലെ കാല് രണ്ടും അടുപ്പിച്ച് വയ്ക്കാം. നന്നായി ശ്വാസം എടുത്തുകൊണ്ട് പാമ്പ് പോലെ ഉയർന്നു നിൽക്കാം. ശ്വാസം എടുത്തുകൊണ്ട് പാമ്പ് പോലെ മേലേക്ക് ഉയർന്നു നിൽക്കാം. പറ്റുന്നത്ര ഹോൾഡ് ചെയ്യാം. പതിയെ റിലീസ് ചെയ്ത് താഴേക്ക് വരാം. ഇത് നമ്മുടെ ബാക്കിലെ പുറകിലെ മസിലെല്ലാം സ്ട്രെങ്തൻ ആവാൻ നല്ലതാണ്. മാക്സിമം നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഒരു 10 വട്ടം 20 വട്ടം റിപ്പീറ്റ് ചെയ്യാം. പതിയെ താഴേക്ക്. അടുത്ത നമ്മൾ ശലഭാസനം ചെയ്യാം. 2 കൈകളും തൊടയുടെ അടിയിലേക്ക് വയ്ക്കുക. തല താഴെ, കാലുകൾ മാക്സിമം ഉയർത്തി മേലേക്ക്. പറ്റുന്നത്ര ഹോൾഡ് ചെയ്യാം. പതിയെ താഴേക്ക് വരാം. ഒന്നും കൂടെ ശ്വാസം എടുത്തുകൊണ്ട് ഉയർന്നു വരട്ടെ. കാലുകൾ പതിയെ ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക്. ഇനി ശലഭാസനം 2. തലയും 2 കൈകളും കാലുകളും ഉയർന്നു നിൽക്കട്ടെ. പറ്റുന്നത്ര ഹോൾഡ് ചെയ്യുക. പതിയെ താഴേക്ക് റിലീസ്. ഒരു വട്ടം കൂടെ ചെയ്യാം. ശ്വാസം എടുത്തുകൊണ്ട് ഉയർന്നു നിൽക്കാം. പതിയെ ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക്. മകരാസനത്തിൽ റെസ്റ്റ് ചെയ്യാം. നന്നായി ശ്വാസം എടുത്ത് വിടാം. ഒരു 10 തൊട്ട് 20 വരെ റിപ്പീറ്റ് ചെയ്യാം. പറ്റുന്നത്ര റിപ്പീറ്റ് ചെയ്യാം. നടുവിനും ബാക്ക് മസിൽസിനെല്ലാം സ്ട്രെങ്ത് കിട്ടാൻ ഏറ്റവും നല്ല ആസനമാണ്. അടുത്ത നൗകാസനം. കാലുകളും കൈകളും തലയും ഉയർന്നു നിൽക്കട്ടെ മുമ്പോട്ട്. പറ്റുന്നത്ര ഹോൾഡ് ചെയ്യാം. പതിയെ താഴേക്ക് വരാം. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. ഹോൾഡ് ചെയ്യാം. പതിയെ താഴെ. 5 മുതൽ 10 വരെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. മകരാസനത്തിൽ റെസ്റ്റ് ചെയ്യാം. കുറച്ച് റെസ്റ്റ്. അടുത്ത നമുക്ക് ധനുരാസനം. ധനുരാസനം ചെയ്യാം. ഓക്കെ. പതിയെ താഴേക്ക്. ഓക്കെ. അടുത്തത് മാർജാരാസനം. ഓക്കെ. നമുക്ക് അളവെടുക്കണം. കൈയുടെ ഡിസ്റ്റൻസ്, കാലിൻ്റെ ഡിസ്റ്റൻസ്. ഓക്കെ. ഉയർന്നു നിൽക്കാം. ഓക്കെ. ശ്വാസം എടുത്തുകൊണ്ട് മേലേക്ക്. പതിയെ ശ്വാസം വിട്ട്. യെസ്. മുതുക് നല്ല ഉയർന്നു നിൽക്കണം.
ശ്വാസം എടുത്തുകൊണ്ട് മേലേക്ക്, മുതുക് നല്ല കുഴിഞ്ഞ് വരണം, തല മേലേക്ക്. കൈമുട്ട് നിവർന്നിരിക്കണം. ഓക്കെ. ശ്വാസം വിട്ടുകൊണ്ട് മാക്സിമം റിപ്പീറ്റ് ചെയ്യാം. 20 വട്ടം വരെ റിപ്പീറ്റ് ചെയ്യാം. ബാക്ക് മസിൽസിനും നല്ലതാണ്, നട്ടലിനും നല്ലതാണ്, ശ്വാസകോശത്തിനും ബ്രീത്തിങ് ഡിഫിക്കൽറ്റിക്കെല്ലാം ഹെൽപ്പ് ചെയ്യും. അടുത്ത നമ്മൾ ഈ പോസിൽ നിന്നുകൊണ്ട് തന്നെ ബർമണാസനം, വലത് കൈയും ഇടത് കാലും ഉയർത്തുക. നമുക്ക് പറ്റുന്നത്ര ഹോൾഡ് ചെയ്യാം. പതിയെ താഴേക്ക് റിലീസ് ചെയ്യാം. ഓപ്പോസിറ്റ് സൈഡ്. ഇടത് കൈയും വലത് കാലും ഉയർന്നു വരട്ടെ. പറ്റുന്നത്ര ഹോൾഡ് ചെയ്യാം. പതിയെ താഴേക്ക്. ഇത് നമുക്ക് 20 വട്ടം വരെ റിപ്പീറ്റ് ചെയ്യാം. അടുത്ത നമ്മൾ ഊർധ്വമുഖാസനം. അധോമുഖം. ഊർധ്വമുഖ ശ്വാനാസനം, അധോമുഖ ശ്വാനാസനം. ആദ്യം നമ്മൾ പർവ്വതാസനം പോലെ വരും. അവിടുന്ന് മേലേക്ക്. യെസ്. നമ്മൾ ബോഡിയും കാലൊന്നും നിലത്ത് കുട്ടുന്നില്ല. വെയ്റ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യും. ബോഡി ഫ്ലെക്സിബിലിറ്റിക്ക് ഹെൽപ്പ് ചെയ്യും. ഊർധ്വമുഖാസനം, അധോമുഖ ശ്വാനാസനം. ഊർധ്വമുഖ ശ്വാനാസനം, അധോമുഖ ശ്വാനാസനം. മാക്സിമം നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. പറ്റുന്നത്ര റിപ്പീറ്റ് ചെയ്യാം. അത്രയും ഹെൽപ്പ് ചെയ്യും. പതിയെ റെസ്റ്റ് ചെയ്യാം. അടുത്ത് ഉഷ്ട്രാസനം. രണ്ട് കൈകളും പതിയെ നമ്മുടെ ഉപ്പൂറ്റിയിലേക്ക് പിടിക്കുക. തല പുറകോട്ട്. ചെയ്യാൻ പഠിച്ചവർ മാത്രം ചെയ്താൽ മതി. പതിയെ തിരിച്ചു വരാം. റിലീസ് ചെയ്യാം. ഓക്കെ. ശശാങ്കാസനത്തിൽ റെസ്റ്റ് ചെയ്യാം. മുട്ടുകുത്തി പുറകോട്ടിരുന്ന് ശശാങ്കം റെസ്റ്റ് ചെയ്യാം. അടുത്ത് അനന്തശയനാസനം. പതിയെ കാലുയർത്തി, വലത് കാലുയർത്തി പതിയെ താത്തിക്കൊണ്ട് ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്താം. ശ്വാസം വിട്ടുകൊണ്ട് പതിയെ താഴേക്ക്. ഇനി ഒന്ന് ഹോൾഡ് ചെയ്യാം. സ്ട്രെയിറ്റ് ആയിട്ട്. ഓക്കെ. പതിയെ റിലീസ് ചെയ്യാം. യെസ്. ഇത് തന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലും റിപ്പീറ്റ് ചെയ്യാം. കാലുകൾ ഉയർത്താം. ഇടത് കാല് ഉയർത്തി പതിയെ താഴേക്ക്. ഇൻഹേൽ. മുട്ട് സ്ട്രെയിറ്റ് ആയി വരണം. ഓക്കെ. പതിയെ നമുക്ക് ഹോൾഡ് ചെയ്യാം. യെസ്. മാക്സിമം നമ്മുടെ മുട്ട് സ്ട്രെയിറ്റ് ആക്കുക. കൗണ്ട് നമുക്ക് കൂട്ടി കൊണ്ടുവരാം. റിലീസ് ചെയ്യും. മാക്സിമം 10 വരെ ചെയ്യാം. ബാലാസനം. റെസ്റ്റിംഗ് പോസാണ്. ഓക്കെ. തല താഴെ വെച്ച് ഇരുന്നിട്ടുള്ള റെസ്റ്റിംഗ് പോസ്, ബാലാസനം. ഓക്കെ. റിലീസ് ചെയ്യും. അടുത്ത് ആനന്ദ ബാലാസനം, ഹാപ്പി ചൈൽഡ് പോസ് എന്ന് പറയും. നമ്മുടെ സന്തോഷമുള്ള കുട്ടികളിരിക്കുന്ന പോലെ. ഇത് റോക്ക് ആൻഡ് റോൾ പോസ്. അങ്ങോട്ടും ഇങ്ങോട്ടും ബെൻഡ് ചെയ്യുക. കുഞ്ഞ് ചെറിയ കുട്ടികൾ കിടക്കുന്ന പോലെ. ഇത് നമുക്കൊരു റിലാക്സിങ് പോസുമാണ്. ഒരു ഹാപ്പിനെസ് കിട്ടുന്ന ഒരു പോസാണ് പഴയ കാല ഓർമ്മകളിലേക്കൊക്കെ. ആനന്ദ ബാലാസനം. റിലീസ് ചെയ്യും. അടുത്ത നമുക്ക് വൃക്ഷാസനം. വലതുകാല് മടക്കി തൊടയുടെ സൈഡിലേക്ക് വരിക. കൈ ഉയർത്തി മാക്സിമം മുകളിലേക്ക്. 1 2 3 4 5. പറ്റുന്നത്ര ഹോൾഡ് ചെയ്യുക.
പതിയെ റിലീസ് ചെയ്യാം. ഓപ്പോസിറ്റ് സൈഡ്. നന്നായി ശ്വാസം എടുത്ത് ഉയർന്നെടുക്കാം. 1 2 3 4 5. പതിയെ റിലീസ് ചെയ്യാം. രണ്ട് വശവും മാറി മാറി നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. അടുത്ത് താടാസനം. കൈകൾ ഉയർത്തി ഉയർന്നു നിൽക്കാം. 1. അടുത്തത് താടാസനം. കൈകൾ ഉയർത്തി. അടുത്തതായി താടാസനം. കൈകൾ ഉയർത്തി മുകളിലേക്ക് കൊണ്ടുവരാം. കാലുകൾ സ്ട്രെച്ച് ചെയ്ത് നീക്കാം. 1 2 3 4 5. പതിയെ റിലീസ് ചെയ്യാം. മാക്സിമം ഹോൾഡ് ചെയ്യുക. പതിയെ താഴേക്ക് വരാം. അടുത്തതായി അർദ്ധകടി ചക്രാസനം. വലത് കൈ കാലുകൾ അടുപ്പിച്ച് വലത് കൈ അടുത്തത് അർദ്ധകടി ചക്രാസനം. വലത് കൈ ഉയർത്തി ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് ഇടതുവശത്തേക്ക് മാക്സിമം ബെൻഡ് ചെയ്യുക. 1 2 3 4 5. ശ്വാസം എടുത്ത് സ്ട്രെയിറ്റ്, ശ്വാസം വിട്ടുകൊണ്ട് പതിയെ താഴേക്ക്. ഓപ്പോസിറ്റ് സൈഡ്. ഇൻഹേൽ. ശ്വാസം എടുത്തുകൊണ്ട് നന്നായി സ്ട്രെയിറ്റ്, ശ്വാസം വിട്ടുകൊണ്ട് പതിയെ താഴേക്ക്. 1 2 3 4 5. ശ്വാസം എടുത്ത് സ്ട്രെയിറ്റ്, വിട്ടുകൊണ്ട് പതിയെ താഴേക്ക്. രണ്ട് വശവും റിപ്പീറ്റ് ചെയ്യാം ഒരു 5 മുതൽ 10 തവണ വരെ. അടുത്തത് ത്രികോണാസനം. രണ്ട് കൈകളും വശങ്ങളിലേക്ക്. വലത് കൈ വലത് കാലിലേക്ക്. കൈ മുകളിലേക്ക് നോക്കട്ടെ. കൈയിലേക്ക് നോക്കാം. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരാം. ശ്വാസം വിട്ടുകൊണ്ട് ഇടത് കൈ ഇടത് കാലിലേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് സ്ട്രെയിറ്റ്, ശ്വാസം വിട്ടുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡ്. അവിടെ ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യാം. 1 2 3 4 5. ശ്വാസം എടുത്ത് സ്ട്രെയിറ്റ്, ശ്വാസം വിട്ടുകൊണ്ട് ഇടതുവശത്തേക്ക്. 1 2 3 4 5. ശ്വാസം എടുത്ത് സ്ട്രെയിറ്റ്, ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴേക്ക്. റിലാക്സ്. നമുക്ക് റിപ്പീറ്റ് ചെയ്യാം 10 മുതൽ 20 തവണ വരെ.